ഹായ് ഗായ്സ്, വെൽക്കം ടു ജിൻജീസ് വേൾഡ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. നമുക്കൊന്ന് ജുറാസിക് പാർക്ക് വരെ ഒന്ന് പോയി നോക്കിയാലോ. ഇതെവിടെയാണെന്നറിയാം, ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാ. നിങ്ങൾ അറിഞ്ഞ തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ ജുറാസിക് വേൾഡ് ഉള്ളത്. അത്രയല്ല, കുറെ കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പൊ നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം. ഞങ്ങൾ മെയിനായിട്ട് പോയത് ഈ ജുറാസിക് പാർക്ക് കാണാനാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കല്ലേ. അപ്പോൾ ജുഞ്ചി പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് നടത്തി വരാറുള്ള തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025 അത് കാണാനാണ് ഞങ്ങളിന്ന് പോണത്. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോണത്. പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. 2 വീലറിന് 20 രൂപയും 4 വീലറിന് 50 രൂപയായിരുന്നു കേട്ടോ പാർക്കിംഗ് ചാർജ് വരുന്നത്. അതുപോലെ എൻട്രി ഫീസ് 40 രൂപയും. അപ്പോൾ തുടക്കം തന്നെ ഇതുപോലെ നല്ല വാട്ടർഫോളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. ഇത് സാധാരണ എല്ലാ പ്രാവശ്യവും അവർ വയ്ക്കാറുള്ളതാണ്. പിന്നെ പതിവ് പോലെ എല്ലാം യൂഷ്വൽ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റോളുകൾ ആദ്യം ബെഡ്ഷീറ്റിൻ്റെ തുടങ്ങുന്നു, പിന്നെ ഇങ്ങനെ ടോയ്സ്, അങ്ങനെ വള, മാല, ചീർപ്പ്, പൊട്ട്, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം സമയമൊക്കെ കൈ പിടിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കയറാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു അക്വേറിയത്തിൻ്റെ മറൈൻ എക്സ്പോയുടെ വേറൊരു വെർഷനാണ്. അപ്പോൾ അതുപോലൊരു മീൻ്റെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മുന്നേ മറൈൻ എക്സ്പോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അത് സെയിം തന്നെ ഇടുന്നില്ല. പിന്നെ അവിടെ നമ്മൾ കണ്ടത് ഇതാണ്, ഒരു മസാജിങ് സെൻറ്റർ പോലെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളെ കാര്യമായിട്ട് പിടിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധാരണ അസുഖങ്ങളാണ് കാലുവേദന, കൈവേദന, ഇരിക്കുമ്പോൾ വേദന, നിൽക്കുമ്പോൾ വേദന, അങ്ങനെ വേദനകളാണല്ലോ മൊത്തം. അപ്പോൾ ചെന്നുപെട്ടത് സിംഹത്തിൻ്റെ മടയിൽ എന്ന് പറയുന്ന പോലെ ഈ ചേട്ടൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. ആ ചേട്ടനാണെന്ന് ഒരു കസ്റ്റമറിനെ കിട്ടിയ സന്തോഷത്തിൽ വിടാനുള്ള ഭാവമില്ല. അപ്പോൾ നല്ല പോലെ കൈയും കാലും മുഖമൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ജുഞ്ചിക്കൊക്കെ അതിൻ്റെ മസാജ് ചെയ്യണതിൻ്റെ ആ പോയിന്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവൻ അതിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. അങ്ങനെ അവസാനം ആ ചേട്ടൻ ഞങ്ങളെ കൊണ്ട് അത് മേടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പേരും അഡ്രസ്സൊക്കെ എഴുതിയെടുക്കുകയാണ്. സംഭവം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവർ ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി വിലയൊക്കെ പറഞ്ഞു വന്നപ്പോൾ 3000 രൂപയോളാണ് കേട്ടോ അതിൽ അവർ പറയുന്ന പ്രൈസ് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവർ മാറി കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേച്ചിയുടെ ഊഴായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കൈയൊക്കെ. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംഭവം. പക്ഷേ ഓൺലൈനിൽ ഇതിന് വില കുറവായതുകൊണ്ടും ഞങ്ങൾക്ക് പിന്നെ ആ വിലയും ഈ വിലയും വെച്ച് കണ്ടപ്പോൾ പിന്നെ വാങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയില്ല. പാവം ചേട്ടൻ കുറേ നേരം കഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യിക്കുകയായിരുന്നു. കണ്ടില്ലേ, പപ്പയുടെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന ആ സമയം ഞങ്ങൾ എന്തായാലും മുതലാക്കി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. പിന്നെ അതുപോലെ കീ ഹോൾഡറിൻ്റെ അവിടെ എത്തിയപ്പോഴും ഒന്ന് പതുക്കെ ഒന്ന് വലിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നു. കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പഴയകാല മിഠായികൾ, അതുപോലെ ഭരണികൾ, കപ്പ്, ചീർപ്പ്, കത്തി. പിന്നെ കുട്ടികളെ കൊണ്ടുപോയാൽ എന്തായാലും നടക്കില്ല. അവിടെ അവർക്കുള്ള ടോയ്സ്, ബുക്സ്, അങ്ങനെ ഞങ്ങൾ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. കുറേ നടക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങളുടെ സ്ഥലത്ത്. ഇതാണ് ഞങ്ങളുടെ പോയിന്റ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവിടെ വേറെ ഫാൻറ്റസി വേൾഡിലായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഡൈനോസറിൻ്റെ ജുഞ്ചി പറഞ്ഞ ജുറാസിക് പാർക്ക് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതുപോലെ നിന്ന് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് പിന്നെ പേടിയില്ലാത്തത് കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടും കുറേ നേരം അവരുടെ അടുത്ത് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിന്നു കേട്ടോ. ഭയങ്കര രസമാണ് ആ സമയത്ത്. അപ്പോൾ കേശുവിനൊക്കെ ഈ ചേട്ടൻ എടുത്ത് കൊണ്ട് ഓടുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കുറച്ച് നേരം നമ്മളിവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ജുറാസിക് വേൾഡിൻ്റെ ഷോ വരുന്നത്. കേശുവിനെ എടുത്തിട്ട് ആ ഡൈനോസർ ഓടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് ആ സമയത്ത്, നല്ലപോലെ എൻജോയ് ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇങ്ങോട്ട് പോരെ. ഇതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ഫാൻറ്റസി വേൾഡ് ആയിരുന്നു, അക്വേറിയം പോലെ ബേസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒരു സ്റ്റോറി പോലെയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അക്വേറിയം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല ആസ്വാദനമായിരിക്കും കേട്ടോ. കാരണം ഫുള്ളും ഇരുട്ടാണ്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഇങ്ങനെ കുറേ സ്റ്റാറുകൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ, അതായത് ഒരു സ്കൈ വേൾഡിലേക്ക് കയറുന്ന പ്രതീതി തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ. ഞാനൊന്നും പറയാനില്ല.
ഇതിൽ 2 ഷോസ് ഉണ്ട്. ഒന്നാമത്തെ ഈ അക്വേറിയത്തിൻ്റെ, രണ്ടാമത്തെയാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജുറാസിക് വേൾഡ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റാക്കി എഴുതുക. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പുറത്തേക്ക് എവിടെ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാമല്ലോ. അപ്പോൾ ദാ നമ്മുടെ ജുറാസിക് വേൾഡിൻ്റെ ഷോ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹൊറർ അവർക്ക് ഇഷ്ടമാണ്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. പിന്നെ ഫുൾ മൊബൈൽ ഗെയിംസ് ആയാലും ഇങ്ങനത്തെയൊക്കെ ഓരോന്നാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുട്ടീസൊക്കെ ഇത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളിതിൻ്റെ കൂടെ നമ്മളും പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയും നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന പോലെയും ശരിക്കും അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് ഇത് കാണുമ്പോൾ. കേശു ചെറുതായിട്ടൊന്ന് പേടിച്ചു, സൈഡിൽ കൂടെ ഒക്കെ ഡൈനോസർ വരണ കണ്ടപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചലറിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ആൾ കണ്ടിരുന്ന് എൻജോയ് ചെയ്തു. കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ നമ്മളും ഇങ്ങനെ ഓടുന്ന പോലെ അല്ലെങ്കിൽ തിരിച്ച് നമ്മളത് അറ്റാക്ക് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. പിള്ളേർക്കിത് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയ്ക്ക് സൂപ്പറാണ്, വെർത്താണ് നമ്മൾ ഇതിൽ കയറിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സിബിഷന് വരുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇതിൽ കയറുക. നല്ല എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വാ, നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ജുറാസിക് വേൾഡ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റാക്കി എഴുതുക. ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞങ്ങളിനി ഇവിടുന്ന് ബൈ ബൈ പറയുകയാണ്. 150-150ഓളം സ്റ്റോളുകൾ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാ സ്റ്റോളൊന്നും എടുത്തിട്ടില്ല. സാധാരണ എല്ലാ എക്സിബിഷനും കാണുന്ന പോലെ എല്ലാം സെയിം കോമൺ ആണ് കേട്ടോ. വള, മാല, പൊട്ട്, ഡ്രസ്സ്, അതുപോലെ തന്നെ ഫൺ ആക്ടിവിറ്റീസ്, കുട്ടികൾക്കായിട്ടുള്ള ഒരു കുഞ്ഞു പാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.